All right, and you thought the first topic was a little tensed. First topic കേട്ടിട്ട് അയ്യോ ഇതിൽ എങ്ങനെ ഇവർ ഫോറിൻ അഗേൻസ്റ്റ് പ്രിപ്പയർ ചെയ്യും എന്ന് വിചാരിച്ച് എന്നെ പോലെ ടെൻഷൻ അടിച്ചവരാണെങ്കിൽ എന്നെ പോലെ തന്നെ സെക്കൻഡ് ടോപ്പിക് കേട്ട് ഞെട്ടിയിട്ടുണ്ടാവും. യെസ്, they are going to debate മലയാളി പൊളിയാണ് വേഴ്സസ് അല്ല. Again reminding everyone, ഇത് അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് അല്ല. They're here as debaters, debating in the artinu venda points ആണ് അവർ present ചെയ്യുന്നത്, and they will present it vehemently, പക്ഷെ we need to know that they are after all competing. അപ്പോൾ നമുക്ക് ഫാബുലസ് ഫോറിനെ അറിയാം. ആരാണ് ഫസ്റ്റ് ഡിബേറ്റിംഗ് പെയർ എന്നുള്ളത് ഓഡിയൻസ് മെമ്പേഴ്സിന്റെയും ജഡ്ജസിന്റെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. Speaking for the motion is Anand Vijayan from SN College, Kollam. A big round of applause for our finalist. And against the motion is KR Uttara Raji from Marivanius College, Trivandrum. നേരത്തെ റൗണ്ടിലെ കയ്യടിയുടെ ഡബിൾ ഇഫക്റ്റ് വേണം ഇവിടെ, because they have already come across that section. Let's welcome our contestants. A big round of applause. Anand Vijayan and Uttara Raji. So the rules are slightly different. You don't have a judges question round for this finale. So give it your all. നിങ്ങൾക്ക് ആദ്യത്തെ 1 മിനിറ്റും അതിനുശേഷമുള്ള 5 മിനിറ്റ് യുദ്ധക്കളവുമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. If the judges are ready, then we can go and start. Anand, are you ready? All the best. Your time starts now. UNDPയുടെ റിപ്പോർട്ട് പ്രകാരം മാനുഷിക വികസന സൂചികയിൽ കേരളത്തിന്റെ റേറ്റ് 0.752 ഇന്ത്യയുടേത് 0.6 സംതിങ് ആവുമ്പോൾ കേരളത്തിന്റെ ആ ഒരു മാറ്റം, നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ മാനുഷിക വികസന സൂചിക കൂടാനുള്ള കാരണം പ്രതിശീർഷ വരുമാനത്തിന്റെ മികവും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ മികവും ആരോഗ്യ മേഖലയുടെ മികവുമാണ്. വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലേക്ക് നാം വരുമ്പോൾ 2011 സെൻസസ് പ്രകാരം 96.2% സാക്ഷരതയുള്ള കേരളത്തിൽ 2020-21 ICAR റിപ്പോർട്ട് പ്രകാരം 13,54,546 വിദ്യാർത്ഥികളാണ് ഉന്നത വിദ്യാഭ്യാസ നിലവാരത്തിൽ ഉന്നത വിദ്യാഭ്യാസം കൈവരിക്കുന്നത് എന്നുള്ളത് കേരളത്തിന്റെ വിദ്യാഭ്യാസ നേട്ടം തന്നെയാണ്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലേക്ക് നാം വരുമ്പോൾ ലൈഫ് എക്സ്പെക്ടൻസി റേറ്റ് ആയുർദൈർഘ്യം പറയുന്നത് 72 നമ്മുടെ കേരളത്തിന്റെ ആയുർദൈർഘ്യം എന്നാണ് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രാലയ പ്രകാരം. ഇന്ത്യയുടെ ആകെ ശരാശരി 66 ആയിരിക്കുമ്പോൾ കേരളത്തിൽ 72 തീർത്തും നല്ല ഒരു മാറ്റം തന്നെയാണ്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി 2014 കൊണ്ടുവന്ന കേരളം യത്നം, കരുതൽ, വർണ്ണം തുടങ്ങിയ ട്രാൻസ്ജെൻഡർ നിയമങ്ങൾ കൊണ്ട് കേരളത്തിൽ ട്രാൻസ്ജെൻഡർ പദ്ധതികൾ കൊണ്ട്. Thank you so much, Anand. That was fantastic. And നമ്മൾ അടുത്ത ഫൈനലിസ്റ്റിലേക്ക് പോകുന്നു. ഉത്തര, are you ready? Your time starts now. മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശമാണ് അന്തസ്സോടെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത്. എന്നാൽ പിറന്ന മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയാകുന്ന മധുവിന്റെയും വിശ്വനാഥന്റെയും ജീവിതവും ചോദ്യവുമാണ് ഇന്ന് ഓരോ മലയാളിയെയും തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്. തന്റെ പങ്കാളി മരിച്ചുപോയപ്പോൾ ആ ശവശരീരം പോലും ഏറ്റുവാങ്ങാനാകാത്ത സ്വവർഗ അനുരാഗികളായിട്ടുള്ള പങ്കാളികളുള്ള ഇന്നത്തെ കേരളത്തിൽ രൂഢമൂലമായിരിക്കുന്ന എങ്ങനെയാണ് നമ്മുടെ ലിംഗവിവേചനം എന്ന് വ്യക്തമായി തീരുന്നു. അതുമാത്രമല്ല, സദാചാര പോലീസിംഗ് ഏറ്റവും അതിന്റെ കൂലങ്കഷമായ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ ആണും പെണ്ണും അടുത്തിരുന്നാൽ അത് മൂല്യച്യുതി ഉണ്ടാകുമെന്നും അക്കാരണത്താൽ ഇരിപ്പിടങ്ങൾ അറുത്തുമാറ്റുകയും ചെയ്യുന്ന ഒരു കേരളത്തിലാണ് നാം ജീവിക്കുന്നത്. 14 വയസ്സുകാരിയായ തന്റെ മകൾ ഒരു അന്യമതസ്ഥനെ പ്രണയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അവളെ വിഷം കൊടുത്തു കൊല്ലുന്ന അച്ഛന്റെ നാടാണ് കേരളം. ഇവിടെ ജനാധിപത്യ ബോധമുള്ള ഒരു യുവാക്കളെ വാർത്തെടുക്കുന്ന ക്യാമ്പസുകളിൽ സിദ്ധാർത്ഥന്റെയും അഭിമന്യുവിന്റെയും ധീരജിന്റെയും രക്തപങ്കിലമായ ഭൂമികയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയവൽക്കരണത്തിന്റെ അരാജകവൽക്കരണത്തിന്റെ ഉണർത്തുപാട്ടുകാരായി നമ്മൾ മാറുന്നു. Thank you, Uttara. And before we go to the debate, ചെറിയൊരു additional information. ആനന്ദ് സ്വന്തം തോൽവികളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ജയിക്കാൻ സാധിക്കുമെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുന്നത്. ഉത്തര കിട്ടിയ എമൗണ്ട് ജയിക്കുകയാണെങ്കിൽ അത് തന്റെ കോളേജിലെ ഡിബേറ്റ് ക്ലബിന് നൽകണമെന്ന ആഗ്രഹത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. സോ രണ്ടുപേർക്കും ദിസ് സ്റ്റേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദിസ് വിക്ടറി ഇസ് ഇമ്പോർട്ടൻറ്റ്, ആൻഡ് ദിസ് ഇസ് യുവർ ലാസ്റ്റ് ചാൻസ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്. റെഡി? യുവർ 5 minutes starts now. റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ സ്വവർഗാനുരാഗത്തെ സപ്പോർട്ട് ചെയ്യുന്നവരെ ജയിലിൽ അടയ്ക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഒരു ഹോമോസെക്ഷൽ സിനിമയായ കാതലിനെ മലയാളി അംഗീകരിക്കുന്നത് എന്നുള്ളത് സ്വവർഗാനുരാഗത്തെ മലയാളി അംഗീകരിക്കുന്ന എനിക്ക് പറയാനുള്ള വാദമാണ്. സ്വവർഗാനുരാഗത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സിനിമയായ കാതൽ ചങ്ങനാശ്ശേരി രൂപത വരെ നമ്മൾ ഇന്നും കേട്ടതാണ്. അതിലൊരു ക്രിസ്ത്യൻ കഥാപാത്രം വരുമ്പോൾ അത് എങ്ങനെയാണ് മതത്തിന്റെ സ്പർദ്ധ വളർത്തുന്നതെന്ന്. അങ്ങനെയുള്ള ഒരു കേരളത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് സ്വവർഗാനുരാഗത്തിനെ സംരക്ഷിച്ച് നമുക്ക് പറയാനായി സാധിക്കുന്നത്? അവിടെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെത്. മതത്തിൽ
മതത്തിന്റെ പേരിൽ കക്കുകളി എന്ന് പറയുന്ന ഒരു നാടകം ഇവിടെ നിരോധിക്കപ്പെടുമ്പോൾ അറ്റുപോകാത്ത ഓർമ്മകളും അറ്റുപോയ കൈകളുമായി ജോസഫ് മാഷ് മുഹമ്മദ് എന്ന കഥാപാത്രത്തിന് പേരിട്ടത് കൊണ്ട് മാത്രം ജീവിക്കുന്ന രക്തസാക്ഷിയായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ മലയാളി പൊളിയല്ല എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. സുഹൃത്തെ, അതേ അറ്റുപോകാത്ത ഓർമ്മകൾ തന്നെയാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതും ഒട്ടനവധി മലയാളികൾ വായിച്ചതും എന്ന് പറയുമ്പോൾ, കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയെ കേരളം ഒന്നടങ്കം പ്രതിരോധിച്ചു എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം കേരളം എതിർക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, കേരളത്തിൽ പ്രൊപ്പഗാണ്ട സിനിമകൾ വിജയിക്കില്ല എന്നുള്ളതാണ്. ആന്ധ്രാപ്രദേശിൽ യാത്ര പോലുള്ള സിനിമകൾ ഇവിടെ ഇറങ്ങുമ്പോൾ രാഷ്ട്രീയത്തിൽ പ്രൊപ്പഗാണ്ട സിനിമകൾ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് വാദം. എങ്ങനെയാണോ പ്രൊപ്പഗാൻഡ സിനിമ വിജയിക്കാത്ത കേരളം, അവിടെ കടുവ എന്ന ഒരു സിനിമയിൽ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ശാരീരിക വൈകല്യമുള്ള ഒരു വ്യക്തിയെ ഏറ്റവും ഇകഴ്ത്തി കാണിക്കുന്ന സംഭാഷണം എഴുതാൻ കഴിയുന്ന രചയിതാക്കളുണ്ട് കേരളത്തിൽ എന്ന് തിരിച്ചു പറയാനായി ആഗ്രഹിക്കുകയാണ്. അവിടെയാണ് അഭിഷേകിൽ എന്ന് പറയുന്ന കാണാതെയായ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അവളെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ യാതൊരു മാധ്യമ ബോധവും ഇല്ലാതെ ക്യാമറ കണ്ണുകളുമായി ഇടിച്ചു കയറുന്ന മാധ്യമങ്ങളുള്ള കേരളത്തിൽ മലയാളികൾ പൊളിയാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? സുഹൃത്തെ, കടുവയിൽ പൃഥ്വിരാജ് പറഞ്ഞ ഡയലോഗിനെതിരെ അത്യന്തം പ്രതിരോധമുയരുകയും പൃഥ്വിരാജ് തന്നെ ആ ഡയലോഗിനെതിരെ ക്ഷമ ചോദിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് കേരളത്തിന്റെ നൂതനമായ വികസനം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു കാര്യം പറയട്ടെ. തൃപ്തി ത്യാഗി എന്ന് പറയുന്ന അധ്യാപിക കുട്ടികളെ കൊണ്ട് മറ്റൊരു കുട്ടിയെ അടുപ്പിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പുതിയ അധ്യാപകർ വരെ വരുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യയിലാണ് നാം ജീവിക്കുന്നത്. ഒരുപക്ഷെ ഒരു ക്ഷമയിൽ എല്ലാം അവസാനിക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ നടക്കുന്ന സ്ത്രീധന മരണങ്ങൾക്ക് ഒരു ക്ഷമയിൽ അവസാനം കണ്ടെത്താൻ സാധിക്കുമോ എന്നാണ് ചോദിക്കാനുള്ളത്. വേൾഡ് ബാങ്കിന്റെ കണക്ക് പ്രകാരം 1950 നിന്നും 2000 നിന്നും വളരെ വലിയൊരു ഉയർച്ചയാണ് നമ്മുടെ നാട്ടിൽ സ്ത്രീധന മരണങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം 1069 മരണങ്ങളാണ് 2015 മുതൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് വിമൻ കമ്മീഷനും കൃത്യമായി പറയുന്നു. സുഹൃത്തെ, കേരളത്തിൽ സ്ത്രീധനത്തിനെതിരെ നടക്കുന്ന ഒരു പോരാട്ടം കൂടി താങ്കൾ കണക്കിലെടുക്കണമെന്നും 18 നിന്ന് 21 വയസ്സായി കേന്ദ്ര സർക്കാർ വിവാഹത്തിന്റെ നിയമം മാറ്റാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ പെൺകുട്ടികളാണ് അതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു കാര്യം പറയട്ടെ. UPSCയുടെ റിപ്പോർട്ട് പ്രകാരം PSCയിൽ 19,646 ജോലികൾ ഇന്ത്യ ഒന്നടങ്കം നടന്നപ്പോൾ 13,146 കേരളത്തിൽ നിന്നുള്ളതാണ് പറയാനുള്ളത്. എന്നാൽ 21 വയസ്സിലേക്ക് ആക്കണമെന്ന് നമ്മൾ പറയുമ്പോഴും 2015-16 കാലഘട്ടത്തിൽ കേവലം 13% ശൈശവ വിവാഹ നിരക്ക് 20ലേക്ക് എത്തുമ്പോഴത്തേക്കും 23% ആകുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെയാണ് പലപ്പോഴും പിറകോട്ട് നടക്കുന്ന കേരളത്തിനെയും പിന്തിരിപ്പൻ ആശയങ്ങൾ പറഞ്ഞു വെക്കുന്ന മലയാളി സമൂഹത്തിനെയും നാം കാണുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായി എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള അടിസ്ഥാന ബോധം പോലും ഇല്ലാതെ ബ്രഹ്മപുരങ്ങൾ ഇനിയും കത്തിയെരിയുമ്പോഴാണ് ഉത്തരവാദിത്വ ബോധം ഇല്ലാത്ത മലയാളികളെ പൊളിയാണെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ശിശു മരണനിരക്ക് ഓർമ്മിച്ച് എന്റെ സുഹൃത്തിനോട് പറയുകയാണ്, ഇന്ത്യയിൽ ഏറ്റവും കുറവ് ശിശു മരണനിരക്കോട് കൂടി 1006 മാത്രമാണ് കേരളത്തിലുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ബ്രഹ്മപുരത്തിൽ മാലിന്യ പ്ലാന്റുകൾ കത്തിനശിച്ചെങ്കിലും കേരളത്തിൽ മാലിന്യത്തിനെതിരെ നടക്കുന്ന ഒരു പോരാട്ടം, മാലിന്യ വിമോചനത്തിന് നടന്ന പോരാട്ടം, സി അഷ്ടമുടി ഉൾപ്പെടെയുള്ള ക്യാമ്പയിനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരുപക്ഷെ ജനാധിപത്യത്തിന്റെ ഈറ്റിലമായ ഇന്ത്യയിലേക്ക് അങ്ങ് ആറ്റുകാൽ പൊങ്കാലയിൽ രാജാവിന്റെ എഴുന്നള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ജനാധിപത്യ ബോധം തൊട്ടുതീണ്ടിയില്ലാത്ത ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുന്ന കേരളമാണ് നമ്മൾ മാറിയിരിക്കുകയാണ്. അവിടെ എങ്ങനെയാണ് മലയാളി പൊളിയാണെന്ന് പറയാൻ സാധിക്കുക? സുഹൃത്തെ, മലയാളി പൊളിയാണെന്ന് പറയാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് LGBTQ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി 5 കോടി രൂപ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്രയധികം സ്വർഗാഞ്ജലികളെ സംരക്ഷിക്കുന്ന ഒരു സംസ്ഥാനം കേരളം മാത്രമാണെന്ന് തുല്യവേതനം ഉൾപ്പെടെ ട്രാൻസ്ജെൻഡേഴ്സ് നൽകിക്കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ലിംഗ അസമത്വങ്ങളെ പറ്റി പറയുമ്പോൾ ഈശ്വരന് മുമ്പിൽ പോലും ആർത്തവം കാരണം സ്ത്രീകൾക്ക് കയറാൻ സാധിക്കാതിരിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണെന്നും മലയാളിയുടെ ബോധം അത്രമാത്രം ഉണ്ടെന്നും പറഞ്ഞു വെക്കേണ്ടതായിട്ട് വരും. അവിടെ തന്നെയാണ് പലപ്പോഴും IJCRT റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ പ്രതികേന്ദ്രീകൃത വ്യവസ്ഥിതിയുടെ അളവ് കൂടുന്നു എന്ന് പറയുന്നു. സിവിക് ചന്ദ്രന്റെ കേസിൽ തുണിയുടെ മുകളിൽ കൂടി തൊട്ടാൽ അത് പീഡനമാകില്ല എന്ന് പറഞ്ഞ നീതിന്യായ വ്യവസ്ഥിതിയുള്ള നാടാണ് നമ്മുടെ കേരളം. സുഹൃത്തെ, മറ്റൊരു കാര്യം പറയാനുള്ളത്, കേരളത്തിൽ K. രാധാകൃഷ്ണനെ പോലെ പട്ടികവർഗത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാകുന്ന, ദേവസ്വം ബോർഡ് മന്ത്രി ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജാതി വിവേചനം നടന്നപ്പോൾ കേരളം ഒന്നടങ്കം അതിനെതിരെ പ്രതിഷേധിച്ചതും അടൂർ ഗോപാലനെ പോലുള്ള ഒരു വ്യക്തിയെ രാജിവെപ്പിച്ചതും നമ്മുടെ കേരളത്തിന്റെ ജാതീയതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്. അവിടെയാണ് പട്ടികജാതി വിഭാഗത്തിലുള്ള ഒരു മന്ത്രി ദേവസ്വം ബോർഡ് മന്ത്രിയായി വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ വിളക്കെടുത്ത് കൊടുക്കാതെ താഴെ വെച്ച് കത്തിച്ചോളൂ എന്ന് പറയുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. വിധേയൻ പോലെ ഒരു സിനിമ എടുക്കുമ്പോൾ പോലും തികച്ചും ജാതീയ ബോധമായി സംസാരിക്കുന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ നാടായതുകൊണ്ട് തന്നെയാണ് മലയാളികൾ പൊളിയല്ല എന്ന് പറയുന്നത്. സുഹൃത്തെ, അടൂർ ഗോപാലകൃഷ്ണൻ ഒറ്റ വ്യക്തിയെ ഓർമ്മിപ്പിക്കല്ല. Thank you so much. Firebrand എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളുവെങ്കിൽ this was a real life example. Thank you once again, Anand and Uttara. Shake your hands and thank you very, very much.
ഫസ്റ്റ് ഹാഫേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പൊ തന്നെ അഡ്രിനാലിൻ റഷിൽ ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ബട്ട് കീപ് യുവർ ഹാർട്ട്സ് ഇൻടാക്ട് ആൻഡ് ലെറ്റ് ഇറ്റ് കാം ഡൗൺ എ ബിറ്റ്. കാരണം നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക്, അതായത് ഈ ഫിനാലയിലെ ആ ഒരു ഫൈനൽ സെക്ഷനിലേക്ക് പോകുന്നു. ഫാബുലസ് ഫോറിലെ നെക്സ്റ്റ് 2 members, participants are going to come here again for the judges. ഒന്നുകൂടി ക്ലിയർ ആയി പറയട്ടെ. സ്പീക്കിംഗ് ഫോർ ദ മോഷൻ, മലയാളി പൊളിയാണ് എന്ന് സ്ഥാപിക്കാൻ എത്തുന്നത് ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്ത് നിന്ന് അമൃത ബി. Very warm welcome, Amrita. And speaking against the motion, School of Legal Studies, CUSAT, Kochil ninnu Anagha P. Very warm welcome, Anagha. Yes, രണ്ട് lawyers ആണ്. നേരത്തെ തന്നെ ഒരു റൗണ്ട് പോലെ. Yes, we'll need a stool actually for Amrita and we'll wait for that. No worries. Just camera angle perfect ആക്കാൻ. രണ്ട് ലോയേഴ്സ് ഇവിടെ മാറ്റിവെക്കുന്നു. അവരുടെ ലൈഫ് ലോങ് ജേർണി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വയ കോളേജസ് ആൻഡ് മൂഡ് കോർട്സ് പ്രോബബ്ലി. പക്ഷേ ഈ വേദിയിൽ അവരുടെ ഡെസ്റ്റിനിയുടെ ഒരു പുതിയ തുടക്കം കൂടിയാണ് വരുന്നത്. ഹൂ ഈസ് ഗോയിങ് ടു വിൻ ഹാർട്ട്സ് ആൻഡ് പോയിന്റ്സ്? വിൽ വെയിറ്റ് ഫോർ ദാറ്റ്. അമൃത, ആർ യു റെഡി? യുവർ 1 minute starts right now. The old joke that one can see a Malayali running a tea shop even in the moon seems to be true. Malayalis occupy 93% of the countries globally, and they send home as remittances 4,000 million a year. Malayalis conquer every nook and corner of the world and contribute to their birthplace. And then I can see no cow vigilantes on the street, no bulldozers raising the minority properties, no ban on halal hijab or beef, no one interfering in between a namaz prayer. So this is in contrast with the other states, the egalitarian and secular views that the Keralites hold close. And then, nor are they behind in the leadership. Santosh Iyer being elected as the CEO of Mercedes-Benz in India, and also the India power list issued by the Arabian Business says that the top list is occupied, 6th list was occupied by Keralites, including Yusuf Ali and Ravi Pillai. So in this context, I am standing here and telling that Malayalis are super cool, or can I say are the best. Thank you. Thank you. And like always, you've got a couple seconds extra. That's there just to cool down a bit. Are you ready, Amrita? Yes, ma'am. Your 1 minute, sorry, Anagha. Your 1 minute starts right now. To sing the glory of yesterday, to bask in the pride of education, to question diversity in the name of awareness, the average Malayali seems to celebrate too many obstacles. Celebrating narrow-minded parochialism and thinking within the boundaries and being silent supporters of secessionist tendencies, today the population of the state of Kerala is fast forgetting that they are Indians first and Indians last. Adding to these mishaps already happening in the society of God's own country comes the worst form, or rather the most extreme form of political awareness, where human relationships, friendships and bonds are forged within narrow boundaries built by myopic interpretations of political leanings. This is reflective of the shortcomings of the social psyche of the so-called literate population of God's own country. When social evils of all forms continue to create headlines day after day, it is high time that we ask ourselves that are we educated or enlightened? Thank you, Anagha. And as always, crystal clear and concise presentation. പക്ഷേ അത് individual performances ആണ്. Now it's time to war with words and match your wits and wisdom. Are you ready for that? So your 5 minutes starts right now. BBC titled Kerala as the best moral state after the COVID-19 battle that we had just done. And the Times of India has also said that the remarkable experience that they received from Kerala is how they fought against the COVID-19. Kerala is in the forefront of all the indexes that we can name within us. The sex ratio is just 1,084, larger than the average ratio. National average ratio shows that the female infanticide compared to the other states in this country. This shows that Kerala is in the forefront in human development indexes and other productivity indexes. Which one you can name? My worthy opponent is referring to BBC, but let me bring to her notice the very statistics published by our own ICMR, where where they have told that Kerala is high, or Kerala ranks high in the negative sense of extreme low indicators of morbidity, and is also the ground for non-alcoholic fatty liver diseases as well. When the average Malayali is suffering from lifestyle disorders of all forms, what makes my worthy opponent to refer to BBC, which is nothing but a shortcoming or a short-sighted celebration of the 3 waves of COVID-19?
The community skills parks and the other excellence centers that has been introduced in Kerala recently, where we can know that Kerala is technologically and medically in the forefront. And this shows that the comparison between the per capita income of a state and the average assets of an MP shows that in other states it is 1,400, the gap between that. But in India, it is not, because we elect the representatives who are amongst us. The Malayalis have the notion of selecting who are capable of doing it. While talking about democracy and the strength of democracy, my worthy opponent seems to forget the existence of the vulnerable tribal communities in Kerala, where as per the 2011 census, only 16% of the tribal community in Kerala have access to sanitation. And while the total literacy, she told about, my friend very worthily mentioned about excellence centers, but the literacy rate in the country, according to 2011 census, when the literacy rate is 94% in the state of Kerala, only 64% of the tribal communities is literate in Kerala. Doesn't these centers of excellence excel to areas like Attapadi and in areas like Wayanad, where children have to travel mountains to learn the alphabet? The so-called bills that my friend has mentioned here, talking about social progress, there are also other realms that Kerala is still working on and still is developing, because Kerala is always developing, as you just mentioned just before that. Kerala is the only state that protested against all the inequalities that happened in our country, including CIA, the farmer bills. The only state in India where the campuses talk about Mahasa's Ammini and the lives lost at Gaza. Let me remind my worthy opponent that this is not the platform for political mudslinging, or rather passing comments about legislations passed in the parliament. And also let me bring to her notice that Kerala has, well, she said that Kerala has raised its voice against social evils. Let me bring to her that in this very literate God's own country, Kerala, just 2 years back, human sacrifice was made in Elantur. Where is the literacy and where is the education and enlightenment of the average Malayali, which is being celebrated in this platform by my worthy opponent? It is this very same Kerala that one could see that when Gandhiji came to Kerala, he was denied entrance in the Ilanduruthi Mana, saying that he was a Vaishyan. And it is now the union office of the toddy workers, which was later considered as the backward society in India. So the metamorphosis the state has undergone from Chandaputta to Kadal shows that it's an example that Malayalis walk the talk. My worthy opponent mentioned about Gandhiji. Let me also bring to her the youth icon of Swami Vivekananda, who called Kerala a mental asylum because of the pathetic caste politics in Kerala from time immemorial. And she talked about the transition from Chandaputta to Kadal. Let me talk to her about the transition whereby, according to RBI statistics, in the fiscal year of 2019 to 2020, 11,000 crore was earned through alcohol or through the sale of liquor, and out of this 11,000 crore revenue, 9,000 crore was generated by Kerala. And this shows the Malayalis' tendency to determine their fate or their destiny, or to depend excessively on alcohol and luck alone. Talking about business and all other factors, which is also considered as a development of Kerala, I would not like to go to that, but I would like to point out the fact that Kerala could initiate a bill called as a Madavil scheme and all that, where we could give 6.4 crores to the transgenders. It is the only state in India which could give a union to the sex workers called as a Kerala network of sex workers. I cannot say some other state has done the same. So this is why I'm saying that Malayali is super cool. It is such a pity that a state has to determine or has to depend excessively on liquor for its revenue and contributes the highest amount to revenue, where in our own state we have thousands of houses which are being the ground for domestic abuse on the basis of liquor. Thank you so much, Anagha, and thank you so much, Amrita. That was in all sense clash of the titans. Please do shake your hands, and we will all wait with bated breaths to know who our winner is. Thank you once again for being a super awesome audience, and I'm going to request Vijita to kindly take over, and we'll see again when we know who the winners are. Thank you. Federal Bank Speak for India, Kerala Edition Season 8, in association with Madhrbhoomi.